ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സ്റ്റൈലിലുള്ള കാസർഗോഡൻ സ്റ്റൈലിലുള്ള നെയ്പ്പത്തിരിയും അതുപോലെ ഇറച്ചിക്കറിയും ബീഫിൻ്റെ വറവ് കറിയുമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു ഡിന്നർ കോംബോയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ കുറച്ചൊന്ന് ചിരകിയെടുക്കാനുണ്ട്. നമുക്കിതിന് നെയ്പ്പത്തിരിക്കും തേങ്ങ വേണം, അതുപോലെ ഇറച്ചിക്കറിക്കും തേങ്ങ വേണം, വറവ് കറിക്കും വേണം. അപ്പോൾ കുറച്ചധികം 2 തേങ്ങ വേണം ഏകദേശം നെയ്പ്പത്തിരിക്കും, അതുപോലെ ഒരു തേങ്ങ നെയ്പ്പത്തിരിക്കും ഒരു തേങ്ങ കറിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ റേഷൻ പുഴുക്കലരി വെച്ചിട്ടാണ് നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഒരു 3 കപ്പോളം റേഷൻ പുഴുക്കലരി, ഒരു വെള്ള കളറിലുള്ള പുഴുക്കലരിയാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാനും കിട്ടും. ഇനിയിപ്പോൾ റേഷൻ പുഴുക്കലരി ഇല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ പച്ചരി വെച്ചിട്ടും സെയിം ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കണം. റേഷൻ പുഴുക്കലരി ആകുമ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണം. പച്ചരി വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്താൽ മതി. ഇതൊരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തേങ്ങ, നല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഞാൻ കുറച്ച് ജീരകം, അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളിയും അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിൽ അരച്ചെടുക്കാം. നിങ്ങൾക്ക് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്, കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് അരച്ചെടുത്തിട്ട് അത് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, ആ ഒരു തിക്നെസ്സോടെ അത്രയും കട്ടി വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൈൻഡറിൽ അരച്ചെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളമാണ് കേട്ടോ, നമ്മൾ കട്ടിക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവം അങ്ങനെ ആദ്യം തന്നെ നല്ലോണം ടൈറ്റാക്കി കൊടുക്കണ്ട, കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നീടൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നില്ല, കുറച്ച് തരി പോലെയാണ് നമുക്ക് വേണ്ടത്. തരി പോലെ കിട്ടണം, അല്ലാത്ത നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. മിക്സിയിൽ അരച്ചെടുത്തിട്ട് നിങ്ങൾ ലൂസായിട്ട് അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒരു പാനിലിട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി നമ്മളത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു കുക്കറിലോട്ട് 1.5 കിലോ ഇറച്ചിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബീഫും എടുക്കാം, സെയിം മട്ടൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 1.5 കിലോ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാകും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ 4 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാ നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ വഴറ്റിയെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഒരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അപ്പോൾ 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് പാകത്തിന് ഒരു 3 ടീസ്പൂണ് ഉപ്പാണ് കേട്ടോ ഇതിലോട്ട് പാകത്തിനാകുന്നുണ്ട്, 3 ടീസ്പൂണ്. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചേർത്തിട്ട് ആദ്യം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കാസർഗോഡ് സാദാ ചെയ്യാറുള്ളത് മുളകും മല്ലിയും ഒക്കെ വറുത്ത് അരച്ച് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മുളക് പൊടി ചേർക്കാതെ മല്ലിയും മുളകൊക്കെ വറുത്തരച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അതുപോലെ മുളക് പൊടി വേണമെങ്കിൽ ഒരു ഇച്ചിരി വറുത്തെടുക്കാം, ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതാ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 8-9 വിസിൽ വരുന്നവരെ ഈ ഒരു കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതും കൂടെ നോക്കുന്നുണ്ടായിന്. ഇതിപ്പോൾ അരഞ്ഞിട്ടുണ്ട്, അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തരി പോലെ കിട്ടണം നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ, അതാണ് വേണ്ടത്. അല്ലാതെ നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കണമെന്നില്ല. ഇനി നമുക്കിതിൽ നിന്നും ഇത് മാറ്റാം. ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡർ ഇങ്ങനെ ഓണാക്കി കൊടുത്തിട്ട് തന്നെ മാറ്റാനൊന്നും കൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊന്നും അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒന്നും കൂടി എടുക്കാൻ എളുപ്പമാണ്. അതുപോലെ കഴുകിയെടുക്കാനും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാം. ഇനി ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു മീഡിയം ടു
ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റൊക്കെ 1-2 മിനിറ്റൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലാത്ത വറുത്ത് കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി. ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു പാനിൽ നിന്നും മാറ്റാം. ഇതിൽ തന്നെ പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന കറി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് പെട്ടെന്ന് മാറ്റുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 9 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് പാകത്തിന് വേവായിട്ടുണ്ട്. മട്ടനാണെങ്കിൽ ഒരു 5-6 വിസിലൊക്കെ മതിയാവും കേട്ടോ, ഇത്രയും വേണ്ട. അതുപോലെ ചിക്കനാണെങ്കിലും അറിയാമല്ലോ, 1-2 വിസിൽ മാത്രം മതി. പിന്നെ ഓരോ കുക്കറിലും വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയില അരിഞ്ഞതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വേറൊരു അടുപ്പിൽ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വറവ് കറി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് ഇനി നമ്മൾ എത്രയാണോ ഈ ഒരു ചാറും ഈ ഒരു കറിയും ബീഫും കൂടെ ഇങ്ങനെ ഒന്നിച്ച്, ചാറും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഇത്. അപ്പോൾ ചാറ് കൂടിപ്പോയാൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പോരെ, ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇനി തിളപ്പിക്കണം. കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇതാക്കി കൊടുക്കണം. തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. അപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇനി ഒരു ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ മിനിയാന്ന് വന്നിട്ടുണ്ടായിന്, അവർക്കൊക്കെ മലപ്പുറത്തുനിന്നുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ റെസിപ്പി. പിന്നെ അതുപോലെ എൻ്റെ ഒരു കസിന് വന്നപ്പോഴും ഓൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് ഈ ഒരു നെയ്പത്തിരിയും ഈ ഒരു കറിയൊക്കെ. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പത്തിരി അതുപോലെ ചപ്പാത്തി ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കറിയുടെ കൂടെ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു മാവ്, ഈ ഒരു തിക്നെസ്സോടെയാണ് ഞാൻ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വാട്ടിയെടുത്തിട്ടും ചെയ്യാം. ഇനി നമുക്കിത് കയ്യിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. വാഴയില വെച്ചിട്ട് ഇത് ശരിക്കും പരത്തിയെടുക്കേണ്ടത് കയ്യിൽ വെച്ചിട്ടാണ്. കുറച്ച് കട്ടിക്ക് തന്നെയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ തിന്നായിട്ടല്ല. ഇത് പത്തിരി മാവിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ടാണ്, അത്രയും കട്ടിക്ക് വേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിൽ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കയ്യിൽ തന്നെ ഇങ്ങനെ ആക്കിയെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും പ്രസ്സാക്കി കൊടുക്കരുത്, നല്ലോണം തിന്നായി പോവും. കട്ടിക്കാണ് വേണ്ടത്. അതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നില്ല കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് എണ്ണ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം ഇത് ചെറുതായിട്ടെങ്കിലും. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയാകുമ്പോൾ നമുക്ക് ആദ്യം നല്ല ചൂടായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് കളറൊക്കെ ചെറുതായിട്ട് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി പൊള്ളി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എണ്ണ മുകളിലോട്ട് ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും, അല്ലാതെയും പൊള്ളി വരും. നല്ലോണം പൊള്ളി വരണം ഇത്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ, പുള്ളി വന്നാൽ. ഇനി നമുക്ക് ഒരു സൈഡ് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങനെ കളർ മാറാൻ നിൽക്കാണ്ട്, അപ്പോൾ ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ പല രീതിയിലും നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കലുണ്ട്. അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് തേങ്ങയും ജീരകം അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടൊക്കെ അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടും. അതുപോലെ അരിപ്പൊടിയുടെ കൂടെ റവ കുറച്ച് മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ പച്ചരി അരച്ചിട്ട് ലൂസായിട്ട് അരച്ചിട്ട് പിന്നീട് വാട്ടിയെടുത്ത് അങ്ങനെയും ചെയ്യലുണ്ട്. പല രീതിയിലും ചെയ്യലുണ്ട്. ഇത് വേറൊരു ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് സംഭവം. ചെറിയ രീതിയിലൊരു ക്രിസ്പിയും ഒരു സോഫ്റ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. ഇപ്പോൾ റേഷൻ പുഴുക്കലരിയൊക്കെ ഒരുപാട് കയ്യിലുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ. പലർക്കും റേഷൻ പുഴുക്കലരി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒന്നും കൂടെ യൂസ്ഫുള്ളാവും. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ കോംബോയാണ് നെയ്പ്പത്തിരിയും ബീഫ് കറിയും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്